വികസന പാതയിൽ തന്നെയാണ്, വികസന പാതയിലാകണമല്ലോ. പക്ഷേ അത് ഒരു തുടർച്ചയാണ് എന്നുള്ളതാണ്. അത് ഒരു സർക്കാരിൻ്റെ മാത്രം അവകാശവാദമായി കാണാൻ കഴിയില്ല. അത് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുടർച്ചയായിട്ട് വേണം കാണാൻ. ആ തുടർച്ചയിൽ എപ്പോഴും ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത് ഇടതുപക്ഷം വികസന വിരോധികളാണ് എന്ന് പറഞ്ഞിട്ടാണ്. വികസന വിരോധികളാണ് എന്ന് പറയുന്നത് ചില വികസന പദ്ധതികൾ വരുമ്പോൾ അത് തൊഴിലാളി വിരുദ്ധമാണെങ്കിൽ അവിടെ വലിയ സമരങ്ങളുണ്ടാകും. അതെപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും വികസനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ചേർന്ന് പോകില്ല എന്ന് കാലാകാലങ്ങളായി കരുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി പിണറായി സർക്കാർ വരുമ്പോൾ ഒരു നയം മാറ്റം. രണ്ടാം പിണറായി സർക്കാർ, നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തല്ല, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് എത്തുമ്പോഴേക്കും ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നു, നിലപാട് മാറ്റമുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി ഒരുപാട് യാത്രകൾ നടത്തുന്നു. ഇവിടെ മന്ത്രിമാരടക്കം വിദേശ യാത്രകൾ നടത്തി ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്നു. അതിവിടെ കൊണ്ടുവരുമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പൊതുവേ ഒരു വികസനവുമായി ബന്ധപ്പെട്ടുള്ള സമീപനത്തിൽ നിലപാടിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന 3,44,848 സംരംഭങ്ങൾ എന്ന കണക്കിലേക്ക് വരുമ്പോൾ ആ കണക്കുകൾ കൃത്യമായും എന്ത് കണക്കുകളാണ്, അത് പൂർണ്ണമായും ശരിയായ കണക്കുകളാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അപ്പുറത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ ഒന്നാം റാങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റാങ്കിങ് ഇല്ല എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പറയുന്നു. അതാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് 2021 നിർത്തലാക്കിയതാണ്. പക്ഷെ അപ്പോഴും പീയൂഷ് ഗോയൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ടൈം ഫ്രെയിം വെച്ച് ഒരു പദ്ധതി നടപ്പാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നടപ്പാക്കുന്നുണ്ടോ എന്നൊരു നിരീക്ഷണം കേന്ദ്രം നടത്താറുണ്ടോ. അങ്ങനെ നോക്കുമ്പോൾ അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള സമീപകാലത്തെ ഒരു മാറ്റം. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ ഇത്രയധികം വിദേശ പ്രതിനിധികൾ, ഇൻവെസ്റ്റേഴ്സ് അടക്കം ഇവിടെ വരണമെങ്കിൽ ഇവിടുത്തെ ഒരു സമീപനത്തിൽ മാറ്റമുണ്ടായി എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകണമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായ കാര്യമാണ്. ആ നിലയ്ക്ക് ഒരുപാട് വികസന പദ്ധതികൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ 4 ലോക കേരള സഭകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രവാസികൾ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. പ്രവാസികൾ ഒരുപാട് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏത് വഴിയിൽ പോയി, എന്തൊക്കെ നടപ്പായി എന്നതിൻ്റെ കണക്കുകൾ ഇവിടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടോ, അതൊരു സുതാര്യമായ അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നു. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി അടക്കം നിന്ന് നിതിൻ ഗഡ്കരി പുറത്തുനിന്നാണെങ്കിലും ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു. അപ്പോഴും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇവിടെ ഈ ലോക കേരള സഭകൾ 4 നടന്നല്ലോ. 2011 മുതൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും യുവാക്കൾ പുറത്തേക്കാണല്ലോ ജോലിക്ക് പോകുന്നത് എന്നൊരു സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ സത്യമില്ലാതില്ലല്ലോ. നമ്മളിപ്പോൾ ബജറ്റിന് ശേഷവും നമ്മുടെ ധനമന്ത്രിയും പറയുന്ന കാര്യം അതാണ്, യുവാക്കളെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് പറയുക. അപ്പോൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാറ്റമായി ഈ വികസന പാതയിലെ ചർച്ചയിൽ നമുക്ക് കാണുമ്പോൾ അത് പോസിറ്റീവായി തന്നെ കാണേണ്ടതുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് അതിൽ സഹകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യവും അതാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷം സർക്കാർ എന്നില്ല, ഒരുമിച്ച് പോകേണ്ടതാണ്. കേരളത്തിൻ്റെ വികസനം എന്ന നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഇതേ സമീപനം വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട സമരങ്ങളൊന്നും ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അതിനോടുള്ള ഒരു സമീപനമായി കാണേണ്ടത്. ഇനി ഇവിടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സങ്കീർണമായ സാഹചര്യം മാറിയിട്ടുണ്ട്. അത് കേരളത്തിലെ പ്രത്യേക സാഹചര്യമല്ല, രാജ്യത്ത് തന്നെ ഒരു സങ്കീർണമായ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത് ഒരുപാട് സങ്കീർണമായ നൂലാമാലകളിലൂടെ പലതരം അനുമതികളിലൂടെ കടന്നുകൊണ്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തെ ഈ ലൈസൻസ് രാജ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ കാലം മാറി മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ കാലത്ത് തന്നെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച കേരളത്തിലുണ്ടായി. 96 2001 വരെയുള്ള കാലം നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നത്. ആ സിംഗിൾ വിൻഡോ സംവിധാനത്തിലൂടെ ആ നൂലാമാലകളിൽ കുറേ മാറ്റം വന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പിണറായി വിജയൻ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചല്ലോ. ഈ ആന്റണി കാലം 2001 2006 കാലത്തിൽ ആന്റണി കാലത്തിലാണ് ആന്റണി പറയുന്നത് വികസനത്തിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണ്. അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. പിന്നീട് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഇവിടെ എളമരം കരീം വ്യവസായ മന്ത്രിയായിരിക്കുമ്പോഴും എളമരം കരീം കൊണ്ടുവന്ന പദ്ധതികളെ അന്ന് AK ആന്റണി ഒരുപാട് ശ്ലാഘിച്ചിരുന്ന കാര്യം ഇപ്പോൾ ഈ ശശി തരൂരിൻ്റെ കത്ത് വന്ന സന്ദർഭത്തിൽ അതും കൂടി എടുത്തു പറയുന്നുണ്ട്. CPM പല ചർച്ചകളിലും ആവർത്തിച്ച് പറയാറുണ്ട്. അപ്പോൾ അത് ഒരു കാര്യമാണ്. അപ്പോൾ സർക്കാരുകൾ എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ വികസനം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുവായ വികസനം എന്ന രൂപത്തിലേക്ക് ചർച്ചകൾ പോകുന്നത് ഏറ്റവും പോസിറ്റീവായ കാര്യമാണ്. ഇപ്പോൾ വലിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നു, വലിയ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ ചെറുകിട സംരംഭകരുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക, അവർക്കും പോസിറ്റീവായ ഒരു സാഹചര്യം ഇവിടെയുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിനുള്ള സമീപനം മാറിയിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാട് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ നോക്കുകൂലി ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്, പലയിടത്തും സംഭവിക്കുന്നുണ്ട്. അത് ആ സമയത്ത് നമ്മൾ വാർത്തയാകുകയും ചെയ്യാറുണ്ട്. 2024 മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബറിൽ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് CITU പ്രവർത്തകർ നടത്തിയ അതിക്രമം
പ്രതിപക്ഷവും അതിന്മേൽ മന്ത്രി ശിവൻകുട്ടി തന്നെ ഇടപെടുകയും അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു കാര്യം കൂടിയാണ്. അന്ന് മാതൃഭൂമി പത്രത്തിൽ അത് മുഖപ്രസംഗമായിരുന്നു. അപ്പോൾ ഇത് വളരെ മുമ്പ് നടന്ന കാലമല്ല, 2018 കാലമല്ല, 2019 ഇപ്പോൾ ആന്തൂർ സാജൻ്റെ കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ ആ ബസ് മുതലാളിയുടെ കഥ നമ്മൾ പറഞ്ഞു, അതൊരു സംഭവമാണ്, അതിവിടെ നടന്നിട്ടുള്ള കാര്യമാണ്. തിരുവാർപ്പിലെ കാര്യം, അന്നാണ് കോടതി പറഞ്ഞത്, കോടതിയുടെ ചെകിട്ടത്തെ അടിയേറ്റു എന്ന രൂപത്തിൽ കോടതി അതിനോട് പ്രതികരിച്ച്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. കാരണം സർക്കാരുകളുടെ സമീപനം മാറുമ്പോഴും അപ്പുറത്ത് സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ ആ സമീപനത്തിലേക്ക് വരണമെങ്കിൽ അവരുടെ സാഹചര്യം കൂടി മാറേണ്ടതുണ്ട്. അവരുടെ സാഹചര്യം മാറുന്നുണ്ട് എന്നൊരു വിഷയം മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി നല്ല അവസരങ്ങളും നല്ല സംവിധാനവും നല്ല ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഉള്ള വ്യാവസായിക നയം, അതാണ് കേരളം ഇപ്പോൾ സ്വർഗത്തിലാണ് എന്ന് മന്ത്രി പി രാജീവ് പറയുമ്പോൾ സ്വർഗത്തിലാവണമെങ്കിൽ അതും കൂടി വേണം. കാരണം ഇവിടെ ഈ വലിയ സമ്മിറ്റ് നടക്കുന്നത് ഹയാത്തിലാണല്ലോ, ഗ്രാൻഡ് ഹയാത്തിൽ. ആ ഹയാത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ അതിനെതിരെ സമരം ചെയ്തവരാണ്. ഇന്ന് ഹൈബിയുടെ അത് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമരം കാലത്തിൽ നിന്നും ആ സമീപനത്തിൽ നിന്നും മാറുന്നു എന്നുള്ള കാര്യം പോസിറ്റീവായ കാര്യം തന്നെ. അപ്പോൾ അത് നല്ല കാര്യമായി തന്നെ അവിടെ നിൽക്കുന്നു. ഇതേ സമ്മിറ്റ് അവിടെ നടക്കുമ്പോഴാണ് അവിടെ ആശാവർക്കന്മാർ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വർഗമാകേണ്ടതുണ്ട്. ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രം സ്വർഗമാവുകയല്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ വികസനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന വികസനമാകണം, എല്ലാവർക്കും ഭേദ്യമാകുന്ന വികസനമാകണം. ആ നിലയ്ക്കാകണം സർക്കാരിൻ്റെ ചിന്തകൾ വരേണ്ടത്. ഒരു കാര്യം, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എനിക്ക് നേരിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറി. ഇത് കേന്ദ്രത്തിൻ്റെതായിരുന്നു, പിറവത്തെ. അത് വലിയ നഷ്ടത്തിലും വലിയ ബുദ്ധിമുട്ടിലായി കിടക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ സ്വകാര്യ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടുള്ള കാര്യവും. അപ്പോൾ സമീപനത്തിൽ മാറ്റം വരുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ എല്ലാവരെയും ആ തുല്യമായി പരിഗണിച്ചുകൊണ്ട് ഈ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടി അതിൻ്റെ സമീപനങ്ങളിൽ നിന്ന് മാറുമ്പോൾ അവർക്ക് കൂടി അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് മാറി മുതലാളിത്തത്തോട് അടുക്കുന്നു എന്ന പരിഹാസത്തോടു കൂടിയാണ് ശശി തരൂർ ആ ലേഖനം എഴുതിയത്. ആ ഭാഗം വിട്ടുകൊണ്ട് ആദ്യ ഭാഗത്തെ മാത്രം പ്രകീർത്തിച്ച് പ്രസംഗിക്കുമ്പോൾ അതുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. മുതലാളിത്തത്തോട് അടുക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എന്ന് സമ്മതിക്കുക കൂടിയാണോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ കൂടി ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. ഏതായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും സഹകരിച്ചിട്ടുള്ളൊരു മുന്നേറ്റം അവിടെ സാധ്യമാകുന്നു. കേന്ദ്രം കോടികൾ ഇവിടേക്ക് നൽകുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതിൽ മുന്നേറാൻ കഴിയട്ടെ. പക്ഷേ അപ്പോഴും ഇവിടെ നടപ്പാക്കാത്ത പല പദ്ധതികളെക്കുറിച്ചും ഇന്ന് ഞാൻ ഈ വിഷയം തന്നെയാണ് 7 മണിക്ക് ചർച്ചയ്ക്കെടുത്തത്. ഇവിടെ ചർച്ചയ്ക്ക് വന്ന സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് പറയുന്നുണ്ടായിരുന്നു, പുഴയ്ക്കൽ പാർക്ക് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത പദ്ധതിയാണ്, അതിൻ്റെ അവസ്ഥ എന്തായി? അങ്ങനെ പല കാര്യങ്ങളും നടന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ബയോ പാർക്കുകൾ തോമസ് ഐസക്കിൻ്റെ കാലത്ത്, അതായത് പിണറായി വിജയൻ സർക്കാർ തുടങ്ങുന്ന കാലത്ത് തുടങ്ങി പല പദ്ധതികളും പാതി വഴിയിലാണ്. അപ്പോൾ വ്യവസായ ഇടനാഴി എന്ന് പറയുന്ന കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി അതിപ്പോൾ പദ്ധതിയിലുണ്ട്. പക്ഷേ അതിൻ്റെ വേഗം വെക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ മണിക്കൂറുകളുണ്ട് കാസർഗോഡേക്ക് എത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു. അതിലുള്ള കോടികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ റോഡ് വികസനം സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്ന നിതിൻ ഗഡ്കരി തന്നെയാണല്ലോ ഇന്നിപ്പോൾ കോടികൾ നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാറ്റമുണ്ട് എന്ന് കേന്ദ്രവും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശുഭസൂചനയാണ്. വളരെ പോസിറ്റീവ് നോട്ടോടുകൂടി തന്നെ നമുക്കിത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ആകരുത് മുന്നോട്ട് പോകുക. ഓക്കെ. Meet the editors.